ടോമിയുടെ സ്വഭാവം കണ്ട് എനിക്ക് പേടിയാവുന്നു. എന്താ? എന്തു പറ്റി? ഒരു അനുസരണയില്ല. എന്തെങ്കിലും പറഞ്ഞാലോ നോ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കളി മാത്രമായിട്ടുണ്ട് ചിന്ത. എനിക്ക് കുളിക്കണ്ട. നോ, ഞാൻ തരില്ല. എനിക്ക് ഗെയിം കളിക്കണം. നോ, എനിക്ക് വേണ്ട. ആദ്യം ഭക്ഷണത്തോട് മാത്രമായിരുന്നു നോ, ഇപ്പോ അങ്ങനെയല്ല, എല്ലാത്തിനോടും നോ എന്നായിട്ടുണ്ട്. എന്താ ചെയ്യാ? അവൻ കൊച്ചു കുട്ടിയല്ലേ, ശരിയായിക്കോളും. നിങ്ങളാണ് ഇവനെ ഇങ്ങനെ ഓമനിച്ച് വഷളാക്കുന്നത്. അടുത്ത മാസം ഇവന് 6 വയസ്സാകാൻ പോവുകയാ. അറിയോ നിങ്ങൾക്ക്? നമുക്ക് അലക്സിന്റെ മുത്തച്ഛനോടൊന്ന് സംസാരിക്കാം. പുള്ളിക്കാരൻ പണ്ടത്തെ റിട്ടയർഡ് അധ്യാപകനല്ലേ. എന്നാ വൈകിപ്പിക്കണ്ട, നിങ്ങൾ ഇപ്പം തന്നെ വിളിച്ചൊന്ന് സംസാരിക്കും. ഹലോ, ഇത് അലക്സിന്റെ ഗ്രാൻഡ് ഫാദർ അല്ലേ? അതേലോ, ആരാണ്? ഞാൻ ടോമിയുടെ ഫാദറാണ്. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഞാൻ ഒരു സീരിയസ് മാറ്റർ സംസാരിക്കാനാണ് വിളിച്ചത്. എന്താണ്? എന്തു പറ്റി? അറിയാലോ, ടോമിയുടെ കാര്യം തന്നെ. അവന് കുറച്ച് കുസൃതി കൂടുതലാണ്. ഇപ്പോൾ തീരെ അനുസരണമില്ല, എന്തിനും നോ മാത്രം. നാളെ രാവിലെ അവനെയും കൊണ്ട് വീട്ടിലേക്ക് വരും, നമുക്ക് നേരിട്ട് സംസാരിക്കാം. എനിക്ക് അവനെ ഒന്ന് കാണണം. ഓക്കെ, നാളെ വരാം. ടോമിക്ക് ഇത് വേണോ? വേണം വേണം. ടോമി വാ, നമുക്കൊന്ന് നടന്നിട്ട് വരാം. ഓക്കേ. ടോമി, എനിക്ക് ആ തൈ പറിച്ചു തരാമോ? അതിനെന്താ, ഇപ്പൊ പറിച്ചു തരാലോ. നിസാരം. ടോമി, എനിക്ക് ആ ചെടി പറിച്ചു തരാമോ? നോ പ്രോബ്ലം, വെയിറ്റ്. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഞാൻ ശക്തിമാനാ, ശക്തിമാൻ. ആണോ? എന്നാൽ ആ കാണുന്ന മരമൊന്ന് പറിച്ചേ. Wow, this is very big tree. I can't പറിക്കലു. ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല സാറേ, നമുക്ക് JCB വിളിക്കാം. കണ്ടില്ലേ, ചെടികളും മരങ്ങളും പോലെയാണ് മോശം ശീലങ്ങളും. തൈകൾ പോലെ പുതുതായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവ വേഗത്തിലും എളുപ്പത്തിലും ഇല്ലാതാക്കാം. എന്നാൽ നിങ്ങൾ അവരെ നീക്കാനും വളരാനും അനുവദിച്ചാൽ അവ ശക്തി പ്രാപിക്കുകയും അതിനെ ഒഴിവാക്കാൻ കഴിയാത്ത പഴയ വൃക്ഷം പോലെ ആവുകയും ചെയ്യും. അതുകൊണ്ട് അമ്മയും അച്ഛനും പറയുന്നത് കേട്ട് നല്ല കുട്ടിയായി വളരണം. മോശം ശീലങ്ങളിലെ മാറ്റം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. ഇനി ഞാൻ അനുസരണക്കേട് കാണിക്കില്ല. ഇനി എന്നും ഞാൻ നല്ല കുട്ടിയായിരിക്കും. ഗുഡ് ബോയ്. എന്താ? എന്തു പറ്റി? എനിക്ക് പൊക്കോൺ തിന്നാൻ പറ്റുന്നില്ല, വേദന എടുക്കുന്നു. സാരമില്ല, അത് പല്ലുവേദനയായിരിക്കും. നമുക്ക് ദന്ത ഡോക്ടറെ കാണിക്കാം. ദന്ത ഡോക്ടറോ? അതെന്ത് ഡോക്ടറാണ്? പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ ദന്ത ഡോക്ടറെയാണ് കാണേണ്ടത്. അതുപോലെ എല്ലാ അസുഖങ്ങൾക്കും ഓരോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട്. പണ്ട് നീ കുഞ്ഞായിരുന്നപ്പോൾ നിന്നെ ആ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. അന്ന് കാണിച്ച ഡോക്ടറാണോ? എന്നാൽ ഞാനില്ല. ആ ഡോക്ടർ അന്ന് എന്റെ 2 പല്ലാണ് എടുത്തുകൊണ്ട് പോയത്. അന്ന് നിന്റെ മുന്നിലുള്ള 2 പല്ലുകൾ ഇളകിയിരിക്കുകയായിരുന്നു. ആരെയും തൊടാൻ പോലും അനുവദിച്ചിരുന്നില്ല. നല്ല കരച്ചിലും. അതുകൊണ്ടാണ് അന്ന് ആ ഡോക്ടറെ പോയി കണ്ടത്. ഡോക്ടർ അന്ന് പല്ല് പറിച്ചു തന്നപ്പോൾ പിന്നീട് വേദനിച്ചിരുന്നോ? ഇല്ല. അതാ അമ്മ പറഞ്ഞത് നമ്മുടെ ഡോക്ടറെ പോയി കാണിക്കാമെന്ന്.
ഇല്ലെങ്കിൽ ടോമിക്ക് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാതെയാവും. സ്കൂളിലും പോകാൻ പറ്റില്ല. സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, കഴിക്കാതെ ഇരിക്കാൻ പറ്റില്ല. വാ, നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോവാം. എന്തു പറ്റി? വീണ്ടും പല്ലുവേദന വന്നോ? അതെ ഡോക്ടർ, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഈ പല്ലുവേദന വരാതിരിക്കാൻ എന്താ ചെയ്യുക? പല്ലുവേദന വരാതിരിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടോമി. ദിവസത്തിൽ നമ്മൾ 2 തവണ പല്ല് തേക്കണം. 2 തവണയോ? അമ്മയും പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ ഡോക്ടർ 2 തവണയൊക്കെ പല്ല് തേക്കുന്നത്? ഹഹാ, ടോമി ഒരു ദിവസം എത്ര നേരം ഫുഡ് കഴിക്കും? അത് പിന്നെ വിശന്നാൽ നമ്മളല്ലാതെ ആവില്ലേ ഡോക്ടർ? അതുകൊണ്ട് വിശക്കുമ്പോഴൊക്കെ കഴിക്കും. ആ, അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ദിവസത്തിൽ 2 തവണ പല്ല് തേക്കണമെന്ന്. മനസ്സിലായോ? മനസ്സിലായി ഡോക്ടർ. കൈകൾ കഴുകിയില്ലെങ്കിൽ അണുക്കൾ വയറിലെത്തി വയറുവേദന വരുമെന്ന് പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെയാണ് പല്ലു തേച്ചില്ലെങ്കിൽ പല്ലുകൾക്കുള്ളിൽ അണുക്കൾ വന്ന് പല്ലുവേദന വരുന്നതും. ആ അണുക്കളെ നമുക്ക് എന്തുകൊണ്ടാണ് കാണാൻ കഴിയാത്തത് ഡോക്ടർ? അണുക്കൾ വളരെ ചെറുതാണ്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. ഫുഡിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ കുറെ കാലം കിടന്നാൽ ആ അണുക്കൾ വന്ന് ആ ഫുഡ് വേസ്റ്റ് കഴിക്കും. അയ്യോ, അപ്പോ ആ അണുക്കൾ അവിടെ കിടന്ന് തടിച്ചു കൊഴുക്കില്ലേ? ഹഹാ, ടോമി പേടിക്കണ്ട. ഇതുകൊണ്ടാണ് ദിവസവും 2 നേരം പല്ല് തേക്കണമെന്ന് പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായി ഡോക്ടർ. എന്നാൽ വാ, ഞാനൊന്ന് നോക്കട്ടെ എന്താണ് നിന്റെ പല്ലിന് പറ്റിയതെന്ന്. ഏത് ഭാഗത്താണ് വേദന? ദാ ഇവിടെ താഴെ ഇടതുഭാഗത്ത്. ഒരു പല്ല് കേടാണല്ലോ, കറുത്ത പാട് വന്നിട്ടുണ്ട്. കറുത്ത പാടോ? അതെങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല്ലിലെ ഫുഡിന്റെ അവശിഷ്ടങ്ങൾ തിന്നുന്ന അണുക്കളെ പറ്റി. അവർക്ക് കൂടുതൽ ഇഷ്ടം മധുരമുള്ള ഭക്ഷണങ്ങളാണ്. അതായത് ഈ ബിസ്ക്കറ്റ്, ചിപ്സ്, മിഠായി പോലുള്ളവ. ടോമി ഇവ കൂടുതലായി കഴിക്കാറുണ്ടോ? അത് പിന്നെ കഴിച്ചാൽ ഇനിയും ഇതുപോലെ എന്റെ അടുത്തേക്ക് വരേണ്ടി വരും. അപ്പോൾ എനിക്ക് പല്ല് പറിക്കേണ്ടി വരും. ഇല്ല ഡോക്ടർ, ഞാൻ ഇനി മുതൽ മധുരമുള്ള ഭക്ഷണം അധികം കഴിക്കില്ല. ദിവസവും 2 തവണ പല്ലും തേക്കും. ഗുഡ് ബോയ്. ഇപ്പോൾ ഞാൻ വേദനയ്ക്കുള്ള മരുന്ന് തരാം. ഇനി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. താങ്ക് യു ഡോക്ടർ. ഹായ് ചിൽഡ്രൻ, ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ നമ്മുടെ ആനുവൽ സെലിബ്രേഷന്. എല്ലാവരും അവരവരുടെ പരിപാടി മികച്ചതാക്കാൻ ഇനിയുള്ള ദിവസങ്ങൾ റിഹേഴ്സലിനുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും പോയി നന്നായി പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു ടീച്ചർ. ഇങ്ങനെയാണ് വയലിൻ വായിക്കുക? കേൾക്കാൻ ഒരു രസവുമില്ല. ഇതിനേക്കാൾ നന്നായി ഞാൻ വായിക്കും. അയ്യേ, ഇങ്ങനെയാണോ നീ പാടാൻ പോകുന്നത്? ഒരു താളവുമില്ലല്ലോ. സംഗതി തീരെ പോരാ. ഒരു ഭംഗിയുമില്ല നിന്റെ ചിത്രം കാണാൻ. ഇതിലും നന്നായി ഞാൻ വരയ്ക്കും. എന്ത് പറ്റി ജോമി, നീ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? എന്റെ പാട്ട് കേൾക്കാൻ ഒരു രസവുമില്ലടാ. ഞാൻ പങ്കെടുത്താൽ എനിക്ക് സമ്മാനമൊന്നും കിട്ടാനും പോകുന്നില്ല. അതെന്താ ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്നേ? ടോമി പറഞ്ഞു എന്റെ പാട്ട് കേൾക്കാൻ ഒരു താളവുമില്ല എന്ന്. ഓ, അതാണോ കാര്യം? അതവൻ എന്നോടും പറഞ്ഞിട്ടുണ്ട്. എന്റെ വയലിൻ വായന കേൾക്കാൻ ഒരു രസവുമില്ല, ഇതിലും നന്നായി അവൻ വായിക്കുമെന്നൊക്കെ. ദേ, ഇവനോടും പറഞ്ഞിട്ടുണ്ട്.
അതെ, ഞാൻ വരച്ച ചിത്രം കാണാൻ ഒരു ഭംഗിയുമില്ല, ഇതിലും നന്നായി അവൻ വരയ്ക്കുമെന്നൊക്കെ പറഞ്ഞു. കേട്ടില്ലേ? അത് നീ കാര്യമാക്കണ്ട. നമ്മുടെ കഴിവുകൾ 100% നീതി പുലർത്തിയാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. Judges, please note chess number 23. അടുത്തതായി പാട്ടാണ്. ജഡ്ജസ് പ്ലീസ് നോട്ട് ചെസ് നമ്പർ 1 ഓൺ സ്റ്റേജ്. ലാ 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 ലാ, ലാ 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 ലാ, ലാ 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 ലാ. അടുത്തതായി ഇന്ന് നടന്ന മത്സരങ്ങളുടെ സമ്മാനദാന ചടങ്ങാണ്. വയലിൻ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അലക്. അടുത്തതായി ഇന്ന് നടന്ന സോങ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ജാമിയ. അടുത്തതായി ഇന്ന് നടന്ന ചിത്രരചന കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മുന്തിരിക്കുട്ടൻ. അവന് സമ്മാനം കിട്ടിയോ? അപ്പോ എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ് എല്ലാത്തിലും ബെസ്റ്റ് എന്ന്. അറിയല്ലേ ടോമി, പരിപാടികൾ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നാളെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്. നീയും കൂടിക്കോ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഞങ്ങൾ പഠിപ്പിച്ചു തരാം നിന്നെ. എന്താ?